നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിതാക്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കുന്ന ഏതൊരു പഠിതാവിനും നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വൊക്കാബുലറി, അതായത് പദസമ്പത്ത്. ഒരുപാട് പദങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏതൊരു ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുടെയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് പദം പഠിക്കാനുള്ള, അതായത് വൊക്കാബുലറി പഠിക്കാനുള്ള എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 10 മാർഗങ്ങൾ. ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് എഴുതിയെടുക്കാനും അതനുസരിച്ച് വൊക്കാബുലറി വർദ്ധിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രമിക്കണം എന്നുണർത്താണ്. ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ റീഡ് വൈഡ്ലി ആൻഡ് റെഗുലർലി. പരന്ന വായനയും തുടരെയുള്ള വായനയുമാണ്. പരന്നതും തുടരെയുള്ളതുമായ വായന. നന്നായി വായിക്കുക. കഥകൾ വായിക്കുക, നോവലുകൾ വായിക്കുക, പത്രവാർത്തകൾ വായിക്കുക, അങ്ങനെ കയ്യിൽ കിട്ടുന്നതെന്തും വായിക്കുക. എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പുതിയ പദങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തേത് യൂസ് എ തിസോറസ്. ഒരു തിസോറസ് ഉപയോഗിക്കുക. തിസോറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പദം അറിയുന്നുണ്ടെങ്കിൽ ആ പദത്തിൻ്റെ പര്യായ പദം, അതുപോലെ അതിൻ്റെ വിപരീത പദം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ബ്ലാക്ക് എന്ന് പറഞ്ഞു. ബ്ലാക്ക് എന്നുള്ള പദം എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായ പദം എന്താണ്, അതിന് പര്യായ പദങ്ങളുണ്ടെങ്കിൽ അതെന്താണ്, അതൊക്കെ പഠിക്കാം. അങ്ങനെ സിനണിംസ്, അതായത് പര്യായ പദങ്ങൾ, അതുപോലെ ആൻറ്റണിംസ്, വിപരീത പദങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഇനി മൂന്നാമത്തേത് ലേൺ റൂട്ട് വേർഡ്സ്. റൂട്ട് വേർഡ്സ് പഠിക്കുക. ഏതൊരു പദം കിട്ടിയാലും അതിൻ്റെ റൂട്ട് എന്താണ്, അത് എവിടെ നിന്നാണ് വന്നത്, അത് എവിടെയെല്ലാം ഉപയോഗിക്കാം, ഇതൊക്കെ പഠിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഡിസ്ട്രക്ഷൻ എന്നുള്ള പദം. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പദം നശിപ്പിക്കുക എന്നതിൽ നിന്ന് വന്നതാണ്. അപ്പം നശിപ്പിക്കുക എന്നുള്ള പദം ഏതാണ് എന്ന് ആദ്യം നോക്കുക. ഡിസ്ട്രക്ഷൻ എന്നുള്ള പദത്തിൻ്റെ റൂട്ട് വേർഡ് ഡിസ്ട്രോയ് എന്നാണ്. അപ്പം അങ്ങനെ ഓരോ പദത്തിൻ്റെയും റൂട്ട് പഠിക്കുക. ഇത് പഠിക്കുന്നതിലൂടെ നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഹാപ്പിനെസ്, ഹാപ്പി, അങ്ങനത്തെ പദങ്ങളുണ്ടാവും. സാഡ്നെസ്, സാഡ്, ഇങ്ങനത്തെ റൂട്ട് വേർഡ്സ് ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. നാലാമത്തേത് കോണ്ടെക്സ്റ്റൽ ലേണിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുകയാണെങ്കിൽ ആ കഥയിൽ പല കോൺവേഴ്സേഷൻസ് ഉണ്ടാകും, പല പ്രയോഗങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഒരു നാടൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളുമായിട്ട് ആളുകൾ സംസാരിക്കുമ്പോഴുള്ള കോണ്ടെക്സ്റ്റൽ, അതായത് സാന്ദർഭികമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, ഒരാളോട് സംസാരിക്കുമ്പോഴുള്ളത്, അതുപോലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോഴുള്ളത്, അതുപോലെ ഒരു സെമിനാർ അവതരിപ്പിക്കുമ്പോൾ അപ്പോഴുള്ള, അങ്ങനത്തെ ഓരോ കോണ്ടെക്സ്റ്റ്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പദങ്ങളും വ്യത്യസ്തമായിരിക്കും. അത് പഠിക്കുന്നതിലൂടെ എവിടെയാണ് ഏതൊരു പദവും ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിലൂടെ നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാനും നമ്മുടെ സെൻറ്റൻസ് മേക്കിംഗ്, നമ്മുടെ കോൺവേഴ്സേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അഞ്ചാമത്തേത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് വേർഡ് എ ഡേ. ഒരു ദിവസം ഒരു പദം പഠിക്കുക. ഒരു ദിവസം ഒരു പദം പഠിച്ച ശേഷം അതിനെ നമ്മൾ കോൺവേഴ്സേഷനിൽ ഉപയോഗിക്കുക. നമ്മൾ മലയാളത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ആ പദം ഉപയോഗിക്കുക. ആ പദം ഇങ്ങനെ പറഞ്ഞ് നമുക്കത് ബൈ ഹാർട്ടാവും. അത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പദം, ഓരോ ദിവസം ഒരു പദം മതി. അതിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ, ആരോട് സംസാരിക്കുമ്പോൾ ആ പദം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. സ്വാഭാവികമായിട്ടും ആ പദം നമ്മുടെ മനസ്സിൽ പതിയും. അപ്പോൾ വേർഡ് എ ഡേ, ഒരു ദിവസം ഒരു വേർഡ്, അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. ഇനിയുള്ളത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതാണ്. പ്ലേ വേർഡ് ഗെയിംസ്. വേർഡ് ഗെയിംസ് ചെയ്യാം. ഉദാഹരണത്തിന് സ്ക്രാബിൾ, ക്രോസ് വേർഡ് പസിൽസ്, അതുപോലെ വേർഡ് അസോസിയേഷൻ ഗെയിംസ്, ഇങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പദങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, ആൽഫബറ്റ്സ് വെച്ചുകൊണ്ട് വേർഡ്സ് ഉണ്ടാക്കുക. ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പദസമ്പത്ത് വർദ്ധിക്കാൻ അത് കാരണമാവും.
അടുത്തത് ഏഴാമത്തേത് ലാംഗ്വേജ് ആപ്സ് ആണ്. ലാംഗ്വേജ് ആപ്പുകൾ ഇപ്പോൾ ഡുവോലിംഗോ, മെമ്മറൈസ് ഇങ്ങനത്തെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ കഴിയും. അതിൽ കുറേ എക്സസൈസുകളും ക്വിസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ പുതിയ പദങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താം. എട്ടാമത്തേത് റൈറ്റിംഗ് പ്രാക്ടീസാണ്. നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം. പുതിയ പുതിയ പദങ്ങൾ പഠിക്കുമ്പോൾ അത് എഴുതി പ്രാക്ടീസ് ചെയ്യാം. അത് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കത് മനസ്സിലേക്ക് പതിയാൻ നന്നായി സഹായിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എഴുതി പഠിച്ചാൽ എന്തായാലും ഒരു പദം നമുക്ക് പെട്ടെന്ന് ബൈഹാർട്ടാകാൻ സാധിക്കും. ഇനി ഒമ്പതാമത്തേത് എൻഗേജ് ഇൻ കോൺവേഴ്സേഷൻസിൽ എൻഗേജ് ആവുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ നമുക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പദം മറ്റുള്ളവർ അറിയുകയും അവരെന്താണെന്ന് ചോദിക്കുകയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പദങ്ങൾ പുതിയത് കോൺവേഴ്സേഷനിലൂടെ ബൈഹാർട്ടാക്കാൻ സാധിക്കും. പത്താമത്തേത് അവസാനത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എറ്റിമോളജിയാണ്. എന്ന് വെച്ചാൽ ഏതൊരു വേർഡിൻ്റെയും ഒറിജിൻസ്, അതിൻ്റെ ഉത്ഭവം അത് നമ്മൾ പഠിച്ചാൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ കണക്ഷൻസ്, മറ്റു വേർഡ്സുമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻസിനെ കുറിച്ചൊക്കെ ഒരു ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയ പുതിയ പദങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പോൾ പദങ്ങൾ പഠിക്കാനുള്ള 10 ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഒരാൾ പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും അയാൾക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ല. മറിച്ച് 1-2 ടിപ്പുകൾ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, ഇങ്ങനത്തത്, അല്ലെങ്കിൽ പുതിയ പുതിയ കോൺവെർസേഷനിൽ നമ്മുടെ പദങ്ങൾ കൊണ്ടുവരിക, അങ്ങനത്തെ, അല്ലെങ്കിൽ പസിൽസ്, ഗെയിംസ് കളിച്ചുകൊണ്ടുള്ള പദപഠനം, ഇതൊക്കെ ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ 2 ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു വേർഡ് എ ഡേ, ഒരു ദിവസം ഒരു വേർഡ്, അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ഇംഗ്ലീഷിൽ പദസമ്പത്ത്, വൊക്കാബുലറി തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും 2 ടിപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് ഏകദേശം 600-700 ഒക്കെ പദങ്ങൾ ഏതൊരു പഠിതാവിനും സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും.